Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. Okay, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരുന്നു. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരുന്നു. പിന്നൊരു നെക്സ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് ജസ്റ്റ് പറഞ്ഞു വെച്ചിരുന്നു അല്ലെ? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് കേട്ടോ. ചാപ്റ്റർ 2 ആണ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഓക്കെ, പ്രസന്റ് ചെയ്തിരിക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ? നോട്ട്സ് കാണാമല്ലോ, വ്യക്തമല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് അപ്പൊ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസിൽ പ്രധാനമായിട്ടും ഹോസ്പിറ്റൽസിന്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യകാലം മുതൽ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഹോസ്പിറ്റൽ ഇന്നീ കാണുന്ന നിലയിലേക്ക് എത്തിയത്, അത് ഓരോ ഘട്ടത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, അതിനനുസരിച്ച് ഹോസ്പിറ്റലുകളിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എത്ര നമ്പർ വർദ്ധിച്ചത് ഏതൊക്കെ കാലഘട്ടത്തില്, അങ്ങനെ ഓരോ കാലഘട്ടത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ഇന്ന് കാണുന്ന ഹോസ്പിറ്റലിലേക്ക് വന്ന ആ ഒരു പഴയ ചരിത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ അത് ഓരോ കാലഘട്ടമായിട്ടാണ് പഠിക്കുന്നത്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു പീരീഡ് നിങ്ങൾ പഠിക്കണമെന്നില്ല, പീരീഡ് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷെ ആ ഓരോ കാലഘട്ടത്തിന്റെയും ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഒന്ന് നോക്കണം കേട്ടോ. അതിന് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD കാലഘട്ടം. ആദ്യത്തെ കാലഘട്ടമാണ് ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് പണ്ട് മുതലേ നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട്ടിലുള്ള കാര്യമായവര് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പണ്ട് എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ശരിക്കും ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ നടത്തിയിരുന്നത്? എങ്ങനെയായിരുന്നു നമ്മൾ പണ്ട് കാലങ്ങളിലേക്ക് നമ്മുടെ പാരന്റ്സോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സോ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് എങ്ങനെയാണ്? അന്നൊക്കെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒന്നും ഉണ്ടായിരുന്നോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? ഒന്ന് മെസ്സേജ് ഒക്കെ ചെയ്തൊന്ന് റിപ്ലൈ ചെയ്തൊന്ന് ആക്റ്റീവായിട്ടിരുന്നേ. ഉണ്ടായിരുന്നില്ല അല്ലെ? അന്നൊന്നും അങ്ങനെ ഒരു സ്ഥാപനമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് സെന്റർ പോലെയൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു കാലഘട്ടത്തിലും അത് തന്നെയാണ് അല്ലെ? വീടുകളില് അല്ലെങ്കിൽ നമ്മുടെ ആരാധനാലയങ്ങളില് അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ആരും ശരിക്കും ഒരു ട്രീറ്റ്മെന്റ് എന്നപോലെ ഒരു കോൺസെപ്റ്റ് വന്നപ്പോ അന്നാണുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ശരിക്കും ഒരു മതപരമായിട്ടുള്ള രീതിയിലായിരുന്നു അല്ലെ? ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട രീതിയിലായിരുന്നു ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്തിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിലും അതൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD പറയുന്നത് early medical practice അല്ലെങ്കിൽ early medical treatment was always recognized as religious services and ceremonies. അപ്പൊ ആദ്യകാല വൈദ്യപരിചരണം എപ്പോഴും അംഗീകരിക്കപ്പെട്ടിരുന്നത് റിലീജിയസ് സർവീസ് ആൻഡ് സെറമണീസ് മതപരമായിട്ടുള്ള ആചാരങ്ങളായിട്ടും ചടങ്ങുകളുമായിട്ടായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ വൈദ്യപരിചരണം എന്ന് പറയുന്നത് ഒരു മതപരമായിട്ടുള്ള ആചാരങ്ങളായിട്ടും ചടങ്ങുകളും ഒക്കെ ആയിട്ടായിരുന്നു അംഗീകരിക്കപ്പെട്ടിരുന്നത്. Priests were also physician or medicine men. Priest അല്ലെങ്കിൽ പുരോഹിതന്മാര് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സംഘടനകളിൽ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഇടങ്ങളിൽ വർക്ക് ചെയ്യുന്ന പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതന്മാരായിരുന്നു അക്കാലത്തെ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നത്. അവർ they are caring for spirits, mind and body. അവർ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അതുപോലെ ആത്മാവിനെയും പരിചരിക്കുന്ന ആളുകളായിരുന്നു. And the priest or doctors. അക്കാലത്ത് നമ്മുടെ പ്രീസ്റ്റിനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതന്മാരെ ആയിരുന്നു ശരിക്കും
ഡോക്ടർ എന്ന നിലയിൽ പരിഗണിച്ചിരുന്നത്. അവരായിരുന്നു ഒരു ഡോക്ടറുടെ ജോലിയെല്ലാം പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരായിരുന്നു ആവശ്യമായ മരുന്നുകൾ കൊടുക്കുന്നതും കാര്യങ്ങളും ഒക്കെ നോക്കുന്നതായതുകൊണ്ട് ആ ഒരു ട്രീറ്റ്മെന്റിലൊക്കെ ആ ഒരു മതപരമായ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത് പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ പുരോഹിതന്മാരായതുകൊണ്ട് അക്കാലത്ത് ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ ആയിട്ട് പ്രവർത്തിച്ചിരുന്നത് അവരാണ്. They are under the ruling class with ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. അവർ വളരെ വലിയ രീതിയിൽ നല്ലൊരു ഭരണവർഗത്തിൽപ്പെട്ടവര്, അന്നാളിനെ ഭരിക്കുന്ന ആ ഒരു ഭരണവർഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു ഈ പ്രീസ്റ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനവും ഉള്ള ആളുകളായിരുന്നു. ആൻഡ് ടെമ്പിൾസ് ഓഫ് ഹോസ്പിറ്റൽസ് വെയർ ഓൾസോ മീറ്റിംഗ് പ്ലേസസ്. അക്കാലത്ത് നമുക്കറിയാം പ്രീസ്റ്റുകളെയാണ് നമ്മൾ ഡോക്ടേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെമ്പിൾസ് പോലെയുള്ള മതപരമായിട്ടുള്ള സ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളായിരുന്നു ഹോസ്പിറ്റലുകളായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ പോലെ നമുക്ക് മീറ്റിംഗ് പ്ലേസസ്, ഒരു ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോവാറുണ്ട് അല്ലെ, അതുപോലെ തന്നെ ഇവിടെയും ഒരു ഹോസ്പിറ്റലിന് പകരം നമുക്ക് ആ ഒരു പ്രീസ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഡോക്ടറെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലേസുകൾ ടെമ്പിൾസ് പോലെയുള്ള മതപരമായിട്ടുള്ള ഇടങ്ങളായിരുന്നു. അപ്പൊ ആദ്യകാലത്ത് ഹോസ്പിറ്റലുകളല്ലായിരുന്നു, മറിച്ച് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആദ്യകാലത്തെ വൈദ്യ പരിചരണം തന്നെ എങ്ങനെയായിരുന്നു? മതപരമായിട്ടുള്ള ആചാരങ്ങളായിട്ടും ചടങ്ങുകളുമായിട്ടായിരുന്നു അംഗീകരിക്കപ്പെട്ടിരുന്നത്. അക്കാലത്ത് പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതന്മാരാണ് ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവരും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പരിചരിക്കുന്നവരായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രീസ്റ്റ് അല്ലെങ്കിൽ അക്കാലത്തെ ഡോക്ടേഴ്സ് എന്നറിയപ്പെടുന്ന ഇവർ വളരെ വലിയ രീതിയിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ഭരണവർഗത്തിൽ പെട്ടവരുമായിരുന്നു. ഇനി ഈ ഒരു ഡോക്ടറിനെ നമുക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് പകരം അക്കാലത്ത് നമ്മുടെ ടെമ്പിൾസ് പോലെയുള്ള ആരാധനാലയങ്ങളായിരുന്നു മീറ്റിംഗ് പ്ലേസസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ക്ലിയർ ആണോ ഫസ്റ്റ് പാരഗ്രാഫ്? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മൾ ഓരോരോ ഹോസ്പിറ്റലുകളെ കുറിച്ച് പഠിക്കാണ് കേട്ടോ. ആദ്യം മുതൽ ഓരോരോ ഹോസ്പിറ്റലുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഓരോ ഹോസ്പിറ്റലുകളെയും പ്രത്യേകതകൾ നോക്കി വെക്കണം. അതിൽ ഒന്നാമത്തെ ഹോസ്പിറ്റലാണ് മെസ്സൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ. കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? മെസ്സൊപ്പൊട്ടേമിയ നമ്മള് ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പരിചയമുള്ള ഒരു പേരായിരിക്കും അല്ലെ, മെസ്സൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ. അല്ലെങ്കിൽ മെസ്സൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന പേര് എവിടെയെങ്കിലും ഒക്കെ കേട്ടതാണ്. ഇവിടെ മെസ്സൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ വിഭാഗമാണ്. ഈ ഒരു മെസ്സൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസില് പറയുന്നത് ഇതിലെല്ലാ പോയിന്റ്സും നോട്ട് ചെയ്യണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന പോയിന്റ്സ് നിങ്ങൾ ടെക്സ്റ്റ് കിട്ടുമ്പോൾ മിസ് നേരം ഒന്നുകൂടി നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. അപ്പൊ മെസ്സൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ the medicine as an organized being first appeared 4000 years ago in the ancient region of Southwest Asia known as Mesopotamia. അപ്പൊ മെസ്സൊപ്പൊട്ടേമിയ ആദ്യത്തെ ഒരു വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ എന്ന് പറയുന്നത് ആ ഒരു വൈദ്യശാസ്ത്രം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്, ഒരു വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് സൗത്ത് വെസ്റ്റ് ഏഷ്യ, പുരാതന തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ പുരാതന പ്രദേശമായിട്ടുള്ള മെസ്സൊപ്പൊട്ടേമിയയിൽ 4000 വർഷങ്ങൾക്ക് മുൻപാണ് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് സ്ഥലത്താണ് നമ്മുടെ മെഡിസിൻ ആദ്യമായിട്ട് ഫസ്റ്റ് അപ്പിയർ ചെയ്തത്, എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. മെസ്സൊപ്പൊട്ടേമിയയിലാണ്, സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ പുരാതന പ്രദേശമായിട്ടുള്ള മെസ്സൊപ്പൊട്ടേമിയയിൽ 4000 വർഷങ്ങൾക്ക് മുൻപ് എന്ത് അപ്പിയർ ചെയ്തു? അല്ലെങ്കിൽ ഫസ്റ്റ് ആര് അപ്പിയർ ചെയ്തു? മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പ്രത്യക്ഷപ്പെട്ടു. നെക്സ്റ്റ് വരുന്ന ഒരു വ്യക്തിയാണ് ഹമ്മുറാബിസ് കോഡ്. ഈ ഒരു പേര് കേട്ടിട്ടുണ്ടോ? ഹമ്മുറാബി എന്ന് പറയുന്ന പേര് എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? ഹമ്മുറാബിസ് കോഡ് കേട്ട് കാണില്ല, അല്ലെങ്കിൽ ഈ ഒരു പേര് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കേട്ട് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കാലഘട്ടം നിങ്ങൾ നോക്കണ്ട, 1728 to 1686 BC ആണ്. അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ പീരിയഡ്സ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ഹമ്മുറാബിസ് കോഡ് എപ്പോഴും ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. നമ്മുടെ ഡോക്ടേഴ്സ്
ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവർക്ക് അവരുടേതായ റൂളുകൾ അല്ലെങ്കിൽ നിയമങ്ങളുണ്ട് അല്ലെ. അവർക്കൊരു നിയമ സംഹിതയുണ്ട് അല്ലെ, ഒരു നിയമങ്ങളുണ്ട്. ആ നിയമത്തിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് അല്ലെ. അവരുടെ എല്ലാ ഡോക്ടേഴ്സും അത് തന്നെയാണ്. അതുപോലെ തന്നെ അക്കാലത്ത് അന്നാളിലുള്ള ഡോക്ടേഴ്സിന് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഒരു റൂൾ അല്ലെങ്കിൽ നിയമമാണ് ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. ഈ ഹമ്മുറാബിസ് കോഡ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടില്ല എങ്കിൽ പോലും ഒരു ഇൻഫർമേറ്റീവ് ആയിട്ട് മിസ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ജസ്റ്റ് ആരാണ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഹമ്മുറാബിസ് കോഡ് അല്ലെങ്കിൽ ഒരു ഹമ്മുറാബി എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു രാജാവായിരുന്നു. അതായത് പുരാതന മെസൊപ്പൊട്ടേമിയയിലെ തന്നെ ഒരു പുരാതന നഗരമാണ് ബാബിലോൺ എന്ന് പറയുന്ന നഗരം. മെസൊപ്പൊട്ടേമിയയിലെ പുരാതന നഗരമാണ് ബാബിലോൺ. അവിടുത്തെ രാജാവായിരുന്നു ഹമ്മുറാബി. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് വേണ്ടിയിട്ട് ഒരു നിയമാവലി അല്ലെങ്കിൽ ഒരു നിയമ സംഹിത തയ്യാറാക്കി. ആ ഒരു നിയമ സംഹിതയെ വിളിക്കുന്ന പേരാണ് ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഹമ്മുറാബിസ് കോഡ് അല്ലെങ്കിൽ ഈ ഒരു നിയമ സംഹിതയില് അദ്ദേഹം ഒരുപാട് നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസ് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറാക്കുകയുണ്ടായി. അതിന് ഓരോരോ കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ശിക്ഷകള്, പിഴകള് മുതലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെ നിരപരാധികൾക്ക് ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇളവ് ലഭിക്കാൻ അല്ലെങ്കിൽ നിരപരാധിയാണെന്ന് തെളിയിക്കാനൊക്കെ ഒരു അവസരം നൽകിയ ഒരു ആദ്യത്തെ നിയമമൊക്കെ ആയിട്ടാണ് ഈ ഒരു ഹമ്മുറാബി കോഡ് അറിയപ്പെടുന്നത്. ഇത്രയും മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഹമ്മുറാബി അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു നിയമ സംഹിത അല്ലെങ്കിൽ ഒരു നിയമാവലിയാണ് ശരിക്കും ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. ഈ ഹമ്മുറാബിസ് കോഡ് അന്നാളത്തെ ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു. And the first recorded prescription came from the Sumer in ancient Babylon. സുമറില് ഡബിൾ എം ആണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങളുടെ നോട്ട്സിൽ വരുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. SUMER ആണ് കേട്ടോ സുമർ. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ came from Sumer in ancient Babylon. പുരാതന ബാബിലോണിലെ സുമറിൽ നിന്നുമാണ് ആദ്യത്തെ രേഖപ്പെടുത്തിയ കുറിപ്പടി നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് പ്രിസ്ക്രിപ്ഷൻസ് എഴുതി തരാറുണ്ട് അല്ലെ. കുറിപ്പടികൾ എഴുതി തരാറില്ലേ ഡോക്ടേഴ്സ്? മെഡിസിനുമായി ബന്ധപ്പെട്ട കുറിപ്പടികൾ എഴുതി തരാറില്ലേ, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസ് എഴുതി തരാറില്ലേ? അതുപോലെ ആദ്യമായിട്ട് പ്രിസ്ക്രിപ്ഷൻ എവിടെ നിന്ന് വന്നു എന്നാണെങ്കിൽ കണ്ടെത്തിയെന്നാ പറയുന്നത് ആൻഷ്യൻ ബാബിലോണിലെ പുരാതന ബാബിലോണിലെ സുമറിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു 3 പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. അതിൽ ഒന്നാമത്തത് എന്താണ്? വൈദ്യശാസ്ത്രം 4000 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് പുരാതന സൗത്ത് വെസ്റ്റ് ഏഷ്യ, തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ പുരാതന പ്രദേശമായിട്ടുള്ള മെസൊപ്പൊട്ടേമിയയിൽ നിന്നാണ്. അത് കിട്ടിയോ? രണ്ടാമത്തത് ഹമ്മുറാബിസ് കോഡിനെ കുറിച്ച് പഠിച്ചു. എന്താണ് ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്? അക്കാലത്തെ ഡോക്ടേഴ്സ് അവരുടെ പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു നിയമാവലിയാണ് അല്ലെങ്കിൽ ഒരു നിയമമാണ് ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. അദ്ദേഹം അതൊരു ഹമ്മുറാബിയാണ് അത് തയ്യാറാക്കിയത് കൊണ്ടാണ് ആ ഒരു പേര് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മൂന്നാമത്തത് ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ came from Sumer in ancient Babylon. പുരാതന ബാബിലോണിൽ നിന്നുമാണ് ആദ്യത്തെ രേഖപ്പെടുത്തിയ കുറിപ്പടി ലഭിക്കുന്നതും. ഈ 3 പോയിന്റ്സ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും റിപ്പീറ്റേഷൻ വേണോ? ഓക്കെ. രണ്ടാമത്തെ ഹോസ്പിറ്റൽ ആണ് ഗ്രീക്ക് ഹോസ്പിറ്റൽ. ഗ്രീക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പീരിയഡ് 460 to 136 BC കാലഘട്ടമാണ് ഗ്രീക്ക് ഹോസ്പിറ്റലുകളുടെ കാലഘട്ടം. ഈ ഗ്രീക്ക് ഹോസ്പിറ്റലുകളുടെ കാലഘട്ടത്തിലും ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക്, റിലീജിയസ് റിച്വൽസ്. ലാസ്റ്റ് പോയിന്റ് മിസ് ഒന്ന് പറഞ്ഞു എന്നിട്ട് എല്ലാം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. ശ്രദ്ധിക്കാം കേട്ടോ. രണ്ടെണ്ണം നമുക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. നോക്കിയേ, ഗ്രീക്ക് ഹോസ്പിറ്റലിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 460 to 136 BC കാലഘട്ടമാണ്. ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക്, റിലീജിയസ് റിച്വൽസ്. മന്ത്രവാദവും മതപരമായിട്ടുള്ള ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ഗ്രീക്ക് ഹോസ്പിറ്റൽ കാലഘട്ടത്തിലെ ചികിത്സ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ, അതായത് ഒരു വ്യക്തി ഇവിടെ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട്, ഹിപ്പോക്രാറ്റസ്. കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന്റെ കാലഘട്ടം 460 to 370 BC കാലഘട്ടമാണ്. കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പേര്? ഹിപ്പോക്രാറ്റസ്.
കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ദ ഫാദർ ഓഫ് മെഡിസിൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താ? വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതെല്ലാം പ്രത്യേകമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് അന്നേരം നോട്ട് വരുമ്പോ നിങ്ങൾ ഒന്ന് മിസ്സിനൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അത് നോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഹിപ്പോക്രാറ്റസ് എന്ന് പറഞ്ഞാല് ദ ഫാദർ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ്. യൂസ്ഡ് എ ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ. അദ്ദേഹം യുക്തിപരമായിട്ടുള്ള മതപരമല്ലാത്ത ഒരു സമീപനം വൈദ്യശാസ്ത്രത്തിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു? ശരിക്കും പണ്ട് മുതലേ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു മതപരമായ ആചാരത്തിന്റെയും മന്ത്രവാദത്തിന്റെയും ഒരു അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ ചികിത്സ നൽകിക്കൊണ്ടിരുന്നതാണ് അല്ലെ. ഇദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് അറിയപ്പെടാൻ കാരണം തന്നെ ഇദ്ദേഹം ഗ്രീസിൽ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ നമ്മുടെ ഒരു കോളേജ് ഇദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോളേജ് സ്ഥാപിച്ചപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? അന്ന് ഗ്രീസുകാർ അല്ലെങ്കിൽ അന്ന് മുതലേ എല്ലാ ആളുകളും വിശ്വസിച്ചിരുന്നത് ഈ ഒരു രോഗം വരുന്നത്, ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു രോഗം, ആ രോഗം വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് വിശ്വസിച്ചത്? ദേവന്മാരുടെ കോപം മൂലമാണ് എന്നൊരു അന്ധവിശ്വാസം അക്കാലത്തെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു അന്ധവിശ്വാസത്തെ മറിച്ച് അല്ലെങ്കിൽ അതിനെതിരെ വാദിച്ചൊരു വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒരു രോഗം വരുന്നത് ദേവന്മാരുടെ കോപം മൂലമല്ല, മറിച്ച് അവരുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പല ഘടകങ്ങളും വെച്ചിട്ട്, അതുപോലെ അവരുടെ ജീവിത രീതി, അവരുടെ ഭക്ഷണക്രമം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിക്ക് രോഗം വരുന്നത് എന്ന് വാദിച്ചൊരു വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ്. അങ്ങനെ ഒരു പുതിയ സമീപനം, ഒരു ലോജിക്കലായിട്ടുള്ള ഒരു യുക്തിപരമായിട്ടുള്ള ഒരു സമീപനം ഈ ഒരു വൈദ്യശാസ്ത്രത്തിൽ ആര് കൊണ്ടുവന്നു? ഈ ഒരു ഹിപ്പോക്രാറ്റസ് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഒരു ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന വ്യക്തിയെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദ ഫാദർ ഓഫ് മെഡിസിൻ, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കാരണം എന്താണ്? അദ്ദേഹം ഗ്രീസിൽ ഒരു വൈദ്യ സ്കൂൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം പറഞ്ഞു, കാലത്ത് ഉള്ള അന്ധവിശ്വാസങ്ങളല്ല, ആ ഒരു അന്ധവിശ്വാസങ്ങളാണ് അതെല്ലാം. ഒരിക്കലും അവിടെയുള്ള നമുക്കൊരു രോഗം വരിക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. അല്ലാതെ ദേവന്മാരുടെ കോപം മൂലമല്ല ഒരിക്കലും ഒരു വ്യക്തിക്ക് രോഗം വരുന്നത്. അവരുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പല ഘടകങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതി കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാവാം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിക്ക് രോഗം ഉണ്ടാകുന്നത്. പീരീഡ് എന്താണ് ചോദിച്ചത്? ക്യാപ്ഷൻ ഇതിനുള്ളിൽ വരുന്ന കാലഘട്ടമാണ് മിസ് പറയുന്നത്. BC 500 AD വരെയുള്ള കാലഘട്ടത്തിൽ എന്താണ് പറഞ്ഞത് മിസ്? മനസ്സിലായില്ല. ഓരോ കാലഘട്ടങ്ങളിലും നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ ഏർലിയർ BC 500 AD ആ ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഹോസ്പിറ്റലുകളാണ്, അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ഹോസ്പിറ്റലുകളും അവിടുത്തെ പ്രത്യേകതകളുമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ അപ്പൊ നോക്കിയപ്പോ ഹിപ്പോക്രാറ്റസിന്റെ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഗ്രീക്ക് ഹോസ്പിറ്റൽ കാലഘട്ടത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ പ്രത്യേകമായിട്ട് പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ഹോസ്പിറ്റലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലുകള്, ഗ്രീക്ക് ഹോസ്പിറ്റല്. അപ്പൊ രണ്ടിന്റെയും ഒന്നുകൂടി മിസ് പറയാൻ പോവാണ്, കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലില് ഫസ്റ്റ് നമ്മൾ ആദ്യം 3 പോയിന്റുകളാണ് ആദ്യം പറഞ്ഞത്. ആ 3 പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലുകളിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് വൈദ്യശാസ്ത്രം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് 4000 വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് വെസ്റ്റ് ഏഷ്യ, തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ പുരാതന പ്രദേശമായിട്ടുള്ള മെസൊപ്പൊട്ടേമിയയിലാണ് വൈദ്യശാസ്ത്രം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. രണ്ടാമത് പറഞ്ഞത് ഹുമ്മുറാബിസ് കോഡ് ആയിരുന്നു.
അക്കാലത്തെ ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു റൂൾ അല്ലെങ്കിൽ ഒരു നിയമമാണ് ഹുമുറാബി കോഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ദ ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ, ആദ്യമായി രേഖപ്പെടുത്തിയ കുറിപ്പടി നമുക്ക് ലഭിച്ചത് ആൻഷ്യൻ ബാബിലോൺ, പുരാതന ബാബിലോണിലെ സുമർ എന്ന പ്രദേശത്ത് നിന്നുമാണ്. ഇത് ക്ലിയർ ആണോ? മെസപ്പൊട്ടേമിയൻ ഹോസ്പിറ്റല് ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയോ ഇത്? ഓക്കെ. രണ്ടാമതായി പറയുന്നത് ഗ്രീക്ക് ഹോസ്പിറ്റൽ. ഗ്രീക്ക് ഹോസ്പിറ്റലില് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആകെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തത് ഗ്രീക്ക് ഹോസ്പിറ്റൽ കാലഘട്ടത്തിൽ അവിടെയും മന്ത്രവാദപരവും മതപരവുമായിട്ടുള്ള ആചാരങ്ങളായി തന്നെയായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ചികിത്സകൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വരവോടുകൂടി അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. കാരണം അദ്ദേഹം ഒരു യുക്തിപരമായിട്ടുള്ള, എത്ര നാളും ഒരു മന്ത്രവാദം, മതപരമായ ആചാരങ്ങൾ, അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിലായിരുന്നു ചികിത്സകൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ തെറ്റാണ്, അതിനെതിരെ വാദിച്ചൊരു വ്യക്തിയായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു യുക്തിപരമായിട്ടുള്ള, മതപരമല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനം നമ്മുടെ വൈദ്യശാസ്ത്രത്തിൽ കൊണ്ടുവരികയും ചെയ്യും. ക്ലിയർ ആണോ? രണ്ട് ഹോസ്പിറ്റൽസിനെ കുറിച്ച് പറഞ്ഞു, മെസപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ, ഗ്രീക്ക് ഹോസ്പിറ്റൽ. ഓക്കെ. നെക്സ്റ്റ് തേർഡ് വൺ ആണ് റോമൻ ഹോസ്പിറ്റൽ. Roman hospitals by 1st century BC, the Roman was the first made institutional care of the sick and the injured. നമ്മൾ ഇത്രയും പറഞ്ഞപ്പോഴും, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് രണ്ട് ഹോസ്പിറ്റൽ കാലഘട്ടം പറഞ്ഞപ്പോഴും അവിടെയെല്ലാം നമ്മുടെ ആ ഒരു ആദ്യകാലം മുതലേ നമ്മുടെ ആ ഒരു ആരാധനാലയങ്ങളെ ആയിരുന്നു നമ്മൾ ആ ഒരു മീറ്റിംഗ് പ്ലേസസ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ റോമൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ രോഗബാധിതരോ അല്ലെങ്കിൽ പരിക്കേറ്റവരോ ആയ രോഗികൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കണം. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം വേണം, അല്ലെ? അങ്ങനെ ഒരു സ്ഥാപനവൽക്കരിച്ച പരിചരണം ആരംഭിച്ചത് ആരാണ്? റോമൻകാര് 1st century BC-യിലാണ്. 1st century BC കാലഘട്ടത്തില് റോമൻ ഹോസ്പിറ്റലുകളാണ് അവരൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം, ഒരു സ്ഥാപനം വേണം. എന്തിന്? രോഗബാധിതരായവർക്കോ അല്ലെങ്കിൽ പരിക്കേറ്റവരോ ആയ ആളുകൾക്ക് ചികിത്സ കൊടുക്കാൻ ഒരു സ്ഥാപനം വേണം. അങ്ങനെ ഒരു സ്ഥാപനവൽക്കരിച്ച പരിചരണം ആദ്യമായി ആരംഭിച്ചത് റോമൻ ഹോസ്പിറ്റലുകാരാണ്. ആൻഡ് ദ മിലിറ്ററി ആൻഡ് ദ സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ് ദെൻ. അതേസമയം തന്നെ മിലിറ്ററി ആൻഡ് സ്ലേവ്, അതായത് സൈനികർക്കും അടിമകൾക്കും വേണ്ടിയുള്ള ഹോസ്പിറ്റലുകളും അക്കാലത്ത് റോമൻ ഹോസ്പിറ്റൽ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു? അവിടെ നിലനിന്നിരുന്നു. അപ്പൊ റോമൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് രണ്ട് പോയിന്റ്സ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ആ ഒരു സ്ഥാപനവൽക്കരിച്ചു, അതായത് ഒരു സിക്ക് ആൻഡ് ഇൻജേർഡ് ആയിട്ടുള്ള രോഗബാധിതരോ പരിക്കേറ്റവരായിട്ടുള്ള രോഗികൾക്ക് ചികിത്സ കൊടുക്കുന്നതിൽ ഒരു സ്ഥാപനം വേണം. ആ ഒരു സ്ഥാപനം ഉണ്ടാക്കുകയും ആ സ്ഥാപനവൽക്കരിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കുന്ന ആദ്യത്തെ ഹോസ്പിറ്റൽ വിഭാഗമാണ് റോമൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ സൈനികർക്കും അടിമകൾക്കും വേണ്ടിയുള്ള ഹോസ്പിറ്റലുകളും നിലനിന്നിരുന്നു. ക്ലിയർ ആണോ? റോമൻ ഹോസ്പിറ്റൽ കാലഘട്ടം ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് അറബിക് ഹോസ്പിറ്റൽ. അറബിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ദ റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽ ആൻഡ് ദ ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ were no match for the number, organization and excellence of the Arabic hospital. അപ്പോൾ അറബിക് ഹോസ്പിറ്റലിന്റെ ഒരു പ്രത്യേകത, അവിടെ അറബിക് ഹോസ്പിറ്റലുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. അതുപോലെ തന്നെ അങ്ങനെ ഒരു വർധനവുണ്ടായപ്പോ അവിടുത്തെ നമ്പർ, അതിന്റെ ഓർഗനൈസേഷൻ, അതിന്റെ സംഘടനകൾ, അതിന്റെ ആ ഒരു ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ അതിന്റെ എക്സലൻസ് അല്ലെങ്കിൽ മികവിനോടൊന്നും റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകൾക്കോ അല്ലെങ്കിൽ ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകൾക്കോ ഒരിക്കലും സമാനമാവാനായിട്ട് സാധിച്ചില്ല. കാരണം ഈ റോമൻ മിലിറ്ററി ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുമ്പോഴും അവരെക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ നമ്പറിലായിക്കോട്ടെ, അവിടുത്തെ ഓർഗനൈസേഷനിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ മികവിലായിക്കോട്ടെ, എല്ലാത്തിലും മുൻപിൽ നിൽക്കുന്നത്
വന്നത് ഈ അറബിക് ഹോസ്പിറ്റലുകളാണ്. അപ്പൊ അറബിക് ഹോസ്പിറ്റലിന്റെ കാലഘട്ടത്തിൽ വന്നപ്പോ അറബിക് ഹോസ്പിറ്റലുകൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറി. അപ്പൊ അങ്ങനെ അഡ്വാൻസ്ഡ് ആയപ്പോ അവരുടെ നമ്പർ വർദ്ധിച്ചു, അവരുടെ ഓർഗനൈസേഷൻ മികച്ചതാവാൻ തുടങ്ങി, അതുപോലെ തന്നെ അവരുടെ മികവ് എക്സലൻസ് അത്രയും നല്ല രീതിയിലായി. അപ്പൊ അതിന് കീഴിലായി ബാക്കി എല്ലാ ഹോസ്പിറ്റലുകളും. ഒരു റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽ എടുത്ത് നോക്കിയാല്, അല്ലെങ്കിൽ മറ്റു ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ, മിഷണറി ഹോസ്പിറ്റൽ എടുത്ത് നോക്കിയാലും അവയ്ക്കൊന്നും ഈ അറബിക് ഹോസ്പിറ്റലിന്റെ അത്രയും മികവിൽ എത്താൻ സാധിച്ചില്ല. ക്ലിയർ ആണോ അറബിക് ഹോസ്പിറ്റലുകളെ കുറിച്ച് പറഞ്ഞത്? നമ്മള് റോമൻ ഹോസ്പിറ്റൽ പറഞ്ഞു, അറബിക് ഹോസ്പിറ്റൽ പറഞ്ഞു കേട്ടോ. അഞ്ചാമത്തതാണ് ഇന്ത്യൻ ഹോസ്പിറ്റലുകൾ. ഇന്ത്യൻ ഹോസ്പിറ്റലുകളെ കുറിച്ച് ഇത് നമുക്ക് ഓൾറെഡി വ്യക്തമായിട്ട് നമ്മൾ പിന്നെയും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം ഒന്ന് ഇന്ത്യൻ ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് റിപ്പീറ്റേഷൻ വരണ്ട. ഈ ഒരു ഭാഗത്ത് വെച്ച് തന്നെ നമ്മൾ പഠിച്ചു പോയേക്കാം കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഹോസ്പിറ്റലുകളെ കുറിച്ച് പറഞ്ഞത്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഷോ ദാറ്റ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽ വെയർ built in India by 600 BC കാലഘട്ടം. 600 BC കാലഘട്ടത്തോടു കൂടിയാണ് ശരിക്കും ഇന്ത്യയിൽ ഒരു കാര്യക്ഷമമായ ഹോസ്പിറ്റലിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നാണ് ചരിത്രപരമായിട്ടുള്ള രേഖകളിൽ കാണിക്കുന്നത്. ആൻഡ് ഡ്യൂറിംഗ് ദ ഗോർജിയസ് റെയിൻ ഓഫ് കിങ് അശോക, അശോക ചക്രവർത്തിയുടെ കാലഘട്ടം. നമ്മൾ പണ്ട് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, അശോക ചക്രവർത്തി, അതിൽ കേട്ടിട്ടില്ലേ ആ പേരുകളൊക്കെ അല്ലെ? അശോക ചക്രവർത്തിയുടെ കാലഘട്ടം 232 BC കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഗോർജിയസ് റെയിൻ ഓഫ് കിങ് അശോക, അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ടഡ് ടു ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽ. ഇന്ത്യൻ ഹോസ്പിറ്റൽ എങ്ങനെ കാണപ്പെടാൻ തുടങ്ങി? മോഡേൺ ഹോസ്പിറ്റലിനെ പോലെ കാണപ്പെടാൻ തുടങ്ങി. And they followed the principles of sanitation and cesarean sections were operated. ആ ഒരു കാലഘട്ടത്തിലാണ് ഹോസ്പിറ്റലുകളില് പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ, ശുചിത്വ തത്വങ്ങൾ പാലിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ സിസേറിയൻ സെക്ഷൻസ്, സി സെക്ഷൻ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. Then physicians were appointed, one for every 10 villages. ഓരോ 10 വില്ലേജുകൾക്കും വേണ്ടി ഒരു ഫിസിഷ്യനെ ആയിരുന്നു അക്കാലത്ത് അപ്പോയിന്റ്മെന്റ് നടത്തിയിരുന്നത്. To serve the health care needs of the population and the regional hospital for the infirm and the destitute were built by Buddha. അപ്പൊ ഇവിടെ പറയുന്നത് ഓരോ 10 വില്ലേജുകൾക്കും വേണ്ടിയിട്ട് ഒരു ഫിസിഷ്യനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുമായിരുന്നു. ആ ഒരു ഫിസിഷ്യൻ എന്ന് പറയുന്നത് to serve the health care needs of the population, ആ വില്ലേജുകളിലെ ജനങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള പരിചരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾക്കുള്ള സേവനങ്ങൾ നൽകണം. അതോടൊപ്പം തന്നെ the regional hospital for the infirm and the destitute were built by Buddha. അതാണ് റീജിയണൽ ഹോസ്പിറ്റൽ, ബുദ്ധൻ നിർമ്മിച്ച പ്രാദേശിക ആശുപത്രികൾ. ആർക്ക് വേണ്ടി നിർമ്മിച്ച പ്രാദേശിക ആശുപത്രികളാ? ഫോർ ദ ഇൻഫം ആൻഡ് ദ ഡെസ്റ്റിറ്റ്യൂട്ട്, ദുർബലരായവർക്കും അഗതികൾക്കും വേണ്ടിയിട്ട് ബുദ്ധൻ നിർമ്മിച്ച പ്രാദേശിക ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ നോക്കാനും അതോടൊപ്പം തന്നെ ആ വില്ലേജുകളിലെ പോപ്പുലേഷനിലുള്ള ഓരോ ജനങ്ങളുടെയും ആരോഗ്യകരമായിട്ടുള്ള ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള സർവീസ് കൊടുക്കാനും വേണ്ടിയിട്ട് ഓരോ 10 വില്ലേജുകൾക്കും വേണ്ടി ഒരു ഫിസിഷ്യനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമായിരുന്നു. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ബുദ്ധൻ ആരാണ് റീജിയണൽ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത്? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റീജിയണൽ ഹോസ്പിറ്റൽസ് ഫോർ ദ ഇൻഫേം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്, ദുർബലരായവർക്കും അവധികൾക്കും വേണ്ടിയിട്ട് പ്രാദേശിക ആശുപത്രികൾ നിർമ്മിച്ചത് ആരാണ്? ആരാ നിർമ്മിച്ചേ? ബുദ്ധ അല്ലെ? ബുദ്ധനാണ് പ്രാദേശിക ആശുപത്രികൾ നിർമ്മിച്ചത്. അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഹോസ്പിറ്റലുകളെ കുറിച്ച് പറഞ്ഞത്, ഇന്ത്യൻ ഹോസ്പിറ്റൽ 600 BC കാലഘട്ടമായപ്പോഴാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ കാര്യക്ഷമമായ ഹോസ്പിറ്റലുകളായി കാണപ്പെടാനായിട്ട് ആരംഭിച്ചത് എന്നാണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡുകൾ അല്ലെങ്കിൽ ചരിത്രപരമായ രേഖകളിൽ പരാമർശിക്കുന്നത്. അദ്ദേഹം ആരുടെ കാലഘട്ടത്തിലാണ്? കിങ് അശോക, അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റലുകൾ മോഡേൺ ഹോസ്പിറ്റലുകളെ പോലെ കാണപ്പെടാൻ തുടങ്ങി. ആ സമയത്ത് ആ ഹോസ്പിറ്റലുകളിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ, ശുചിത്വ തത്വങ്ങൾ പാലിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ സിസേറിയൻ സെക്ഷൻ, സി സെക്ഷൻ ഓപ്പറേഷൻസും നടത്താൻ ആരംഭിച്ചു.
Then ഓരോ 10 വില്ലേജുകൾക്കും വേണ്ടി ഒരു ഫിസിഷ്യനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പൊ ഓരോ 10 വില്ലേജുകൾക്കും ഒരു ഫിസിഷ്യനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ആ ഫിസിഷ്യൻ ആരുടെയൊക്കെ കാര്യങ്ങളാണ്, ആർക്കൊക്കെയാണ് സർവീസുകൾ കൊടുക്കേണ്ടത്, ആ ഒരു പോപ്പുലേഷനുള്ള ആളുകളുടെ ആവശ്യകതകൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ബുദ്ധൻ നിർമ്മിച്ച പ്രാദേശിക ആശുപത്രികളുടെയും സർവീസുകൾക്ക് വേണ്ടി ഓരോ 10 വില്ലേജുകളെയും അടിസ്ഥാനമാക്കി ഒരു ഫിസിഷ്യനെ അപ്പോയിന്റ്മെന്റുകൾ ചെയ്യുകയുണ്ടായി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു ഇന്ത്യൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അപ്പൊ ആ ഒരു 5 എണ്ണം നമുക്ക് വേഗം ഒന്ന് പറയാം. മെസപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ പ്രധാനമായും മെസപ്പൊട്ടേമിയയിൽ നിന്നാണ്. 4000 വർഷങ്ങൾക്ക് മുൻപ് മെസപ്പൊട്ടേമിയയിലാണ് വൈദ്യശാസ്ത്രം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. അക്കാലത്തെ ഡോക്ടേഴ്സിന്റെ പ്രധാന റൂളായിട്ട് അറിയപ്പെട്ടിരുന്നത് ഹുമുറാബിസ് കോഡ് ആയിരുന്നു. മൂന്നാമത് പറഞ്ഞത് പുരാതന ബാബിലോണിലെ സുമറിൽ നിന്നുമാണ് ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ, ആദ്യത്തെ രേഖപ്പെടുത്തിയ കുറിപ്പടി ആരംഭിച്ചതായി വന്നത്. രണ്ടാമത്തത് ഗ്രീക്ക് ഹോസ്പിറ്റൽ ആയിരുന്നു. ഗ്രീക്ക് ഹോസ്പിറ്റലിലും മന്ത്രവാദവും മതപരമായിട്ടുള്ള ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ചികിത്സ നൽകിയിരുന്നത്. ഹിപ്പോക്രാറ്റസ്, അദ്ദേഹമാണ് ഫാദർ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം യുക്തിപരവും മതപരമല്ലാത്തതുമായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സമീപനം വൈദ്യശാസ്ത്രത്തിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് അറിയപ്പെടുന്നത്. മൂന്നാമത് റോമൻ ഹോസ്പിറ്റൽ ആണ് പറഞ്ഞത്. റോമൻ ഹോസ്പിറ്റൽ ഫസ്റ്റ് സെഞ്ചുറി BC ആയപ്പോഴേക്കും റോമൻ ഹോസ്പിറ്റലാണ് രോഗബാധിതരും പരിക്കേറ്റവരുമായ രോഗികൾക്ക് ഒരു സ്ഥാപനവൽക്കരിച്ച അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം കെയർ കൊടുക്കാൻ, അങ്ങനെ ഒരു സ്ഥാപനവൽക്കരിച്ച പരിചരണം നൽകാൻ ആരംഭിച്ചത് റോമൻ ഹോസ്പിറ്റലുകളായിരുന്നു. അക്കാലത്ത് തന്നെ സൈനികർക്കും അടിമകൾക്കും വേണ്ടിയുള്ള ആശുപത്രികളും നിലനിന്നിരുന്നു. അറബിക് ഹോസ്പിറ്റലുകളാവുമ്പോൾ അറബിക് ഹോസ്പിറ്റലിലെ നമ്പറിനോടോ അവരുടെ ഓർഗനൈസേഷനോടോ അല്ലെങ്കിൽ അവരുടെ എക്സലൻസ് അല്ലെങ്കിൽ മികവിനോടോ ഒന്നും മറ്റ് റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകൾക്കോ അല്ലെങ്കിൽ ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകൾക്കോ ഒന്നും ഈ ഒരു അറബിക് ഹോസ്പിറ്റലിന്റെ മികവിന്റെ അത്രയും അല്ലെങ്കിൽ നമ്പറിന്റെ അത്രയും ഒന്നും എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല. അഞ്ചാമത്തത് പറഞ്ഞത് ഇന്ത്യൻ ഹോസ്പിറ്റലുകളാണ്. ഇന്ത്യൻ ഹോസ്പിറ്റലുകൾ ഒരു 600 BC കാലഘട്ടം ആയപ്പോഴേക്കുമാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലായിട്ട് കാണപ്പെടാനായിട്ട് തുടങ്ങിയത്. അതും പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാലഘട്ടമാണ് അശോക ചക്രവർത്തിയുടെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റൽ മോഡേൺ ഹോസ്പിറ്റലിനെ പോലെ കാണപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ, ശുചിത്വ തത്വങ്ങൾ പാലിക്കാൻ തുടങ്ങി. സിസേറിയൻ ഓപ്പറേഷൻസ് നടത്താൻ തുടങ്ങി. അതുപോലെ തന്നെ ഓരോ 10 വില്ലേജുകൾക്കും വേണ്ടി ഒരു ഫിസിഷ്യനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ആ ഫിസിഷ്യൻസ് അവിടുത്തെ പോപ്പുലേഷന്റെ ആവശ്യകതകൾ മനസ്സിലാക്കി അവർക്കുള്ള സർവീസുകൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ ബുദ്ധൻ നിർമ്മിച്ച ആർക്ക് വേണ്ടിയാ, ദുർബലരായവർക്കും അഗതികൾക്കും വേണ്ടി ബുദ്ധൻ നിർമ്മിച്ച പ്രാദേശിക ആശുപത്രിയുടെയും പ്രവർത്തനങ്ങളും മേൽനോട്ടം വഹിക്കേണ്ടത് ഈ ഫിസിഷ്യൻ തന്നെയാണ്. ക്ലിയർ ആണോ? 5 ഹോസ്പിറ്റലുകളും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് അടുത്തൊരു കാലഘട്ടമാണ് ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജസ് 500 to 1500 AD. മധ്യകാലഘട്ടമാണ് രണ്ടാമതായിട്ട് നോക്കുന്നത്. ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ. അപ്പൊ മധ്യകാലഘട്ടമായപ്പോഴേക്കും യൂറോപ്പില് ഹോസ്പിറ്റൽ നിർമ്മാണത്തില് ഒരു വലിയ രീതിയിലുള്ള ഒരു വർധനം ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ എന്തുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ അല്ലെ? യൂറോപ്പിൽ അങ്ങനെ ആ ഒരു കാലഘട്ടത്തില് അങ്ങനെ ഇത്രത്തോളം ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഉണ്ടായത് അല്ലെങ്കിൽ വർദ്ധിച്ചത് എന്തുകൊണ്ട്? അതിന്റെ റീസണുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, ഹോസ്പിറ്റൽസ് കൺസ്ട്രക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജസ് ഫോർ ദ ഫോളോയിങ് റീസൺ. യൂറോപ്പില് മിഡിൽ ഏജ് അല്ലെങ്കിൽ മധ്യകാലഘട്ടമായപ്പോഴേക്കും യൂറോപ്പില് നമ്മുടെ ഹോസ്പിറ്റലുകളുടെ നിർമ്മാണത്തിൽ ഒരു വർധനവുണ്ടായി. എന്തൊക്കെയാണ് അതിന്റെ ആ ഒരു വർധനവുണ്ടാവാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ റീസൺസ് ആണ് താഴെ പറയുന്നത്. അതിലൊന്നാമത്തതാണ് Pope Innocent III in 1998 advised and persuaded wealthy Christian to build hospital in every town. അതായത് പോപ്പ്
ഇന്നസെന്റ് III അല്ലെങ്കിൽ ഇന്നസെന്റ് III മാർപ്പാപ്പ 1198 വെൽത്തി ക്രിസ്ത്യൻ അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യാനികളോട് ഓരോ നഗരങ്ങളിലും അല്ലെങ്കിൽ ഓരോ പട്ടണങ്ങളിലും ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാൻ ഉപദേശിക്കുകയും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ സമ്പന്നരായ ക്രിസ്ത്യാനികളെ ഈ ഇന്നസെന്റ് മാർപ്പാപ്പ അവരെ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ ഉപദേശിച്ചു പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? ഓരോ സിറ്റിയിൽ അല്ലെങ്കിൽ ഓരോ ടൗണിലും അവരെന്ത് ചെയ്തു? ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ ആരംഭിച്ചു. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിന്റെ എണ്ണം എന്ത് ചെയ്തു? വർദ്ധിച്ചു. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത് പറയുന്നത് ഇൻക്രീസ് റവന്യൂസ് വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ദ ക്രൂസേഡേഴ്സ്. ക്രൂസേഡേഴ്സ് എന്ന് പറഞ്ഞാൽ കുരിശ് യുദ്ധക്കാർ. ഇതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കണ്ട കേട്ടോ. അപ്പൊ കുരിശ് യുദ്ധം നമ്മൾ പണ്ട് ചരിത്രത്തിൽ മുതലേ നമ്മൾ കുരിശ് യുദ്ധക്കാരെ കേട്ടിട്ടുണ്ടാവും. ആ ഒരു കുരിശ് യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യ ബന്ധത്തിൽ നിന്നും വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. അങ്ങനെ വർദ്ധിച്ച വരുമാനം വർദ്ധിച്ചപ്പോ അതിനനുസരിച്ചുള്ള വിപുലീകരണങ്ങൾ നമുക്ക് നടത്താൻ പറ്റും അല്ലെ. അതാണ് രണ്ടാമത്തെ റീസൺ. ആൻഡ് ഇൻ കോൺട്രാസ്റ്റ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഡ്യൂറിംഗ് ദ സെയിം പീരിയഡ് construction of effective and efficient hospital was pressed forward by the rule and the crusaders. ഇതേ സമയം തന്നെ ഇതേ കാലഘട്ടത്തില് ഇതേ സമയത്ത് ഏഷ്യയിലും ആഫ്രിക്കയിലും ഇതുപോലെ വളരെ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ നിർമ്മാണത്തെ അവിടുത്തെ ഭരണവർഗവും ഈ കുരിശ് യുദ്ധക്കാരും എന്ത് ചെയ്തു? പ്രസ്ഡ് ഫോർവേഡ് മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ ആ ഒരു മധ്യ കാലഘട്ടത്തില് യൂറോപ്പില് ഹോസ്പിറ്റലുകളുടെ കൺസ്ട്രക്ഷനിലുണ്ടായ വർധനവ് ഉണ്ടായത്. അതിന് രണ്ട് റീസൺസ് ആണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പോപ്പ് ഇന്നസെന്റ് III മാർപ്പാപ്പ 1198 അവിടുത്തെ സമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യാനികളോട് ഓരോ പട്ടണങ്ങളിലും ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാനായിട്ട് ഉപദേശിക്കുകയും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തത് ഇൻക്രീസ്ഡ് റവന്യൂസ് വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ദ ക്രൂസേഡേഴ്സ്. കുരിശ് യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യ ബന്ധത്തിൽ നിന്നും വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. അതേസമയം ഏഷ്യയിലും ആഫ്രിക്കയിലും ഇതേപോലെ തന്നെ സെയിം പീരീഡില് അവിടുത്തെ ഭരണവർഗവും കുരിശ് യുദ്ധക്കാരും അവിടുത്തെ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ നിർമ്മിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് അതിനെ മുന്നോട്ട് പോകാനായിട്ട് ഫോഴ്സ് ചെയ്യുകയും ഉണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ഫോഴ്സില് അല്ലെങ്കിൽ ഇങ്ങനെ വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കിയത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വെൽത്തി ക്രിസ്ത്യനെ അങ്ങനെ ഒരു സമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യാനികളെ അങ്ങനെ പ്രേരിപ്പിച്ചത് കൊണ്ടൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ ആ യൂറോപ്പിലെ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർമ്മാണം കുറച്ചും കൂടി വർദ്ധിച്ചു എന്ന് നമുക്ക് തോന്നിയത്. ക്ലിയർ ആണോ? ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ്. ഓക്കെ. മൂന്നാമത്തെ കാലഘട്ടമാണ് റിനൈസൻസ് ഏജ്. റിനൈസൻസ് ഏജ് എന്ന് പറഞ്ഞാൽ നവോത്ഥാന കാലഘട്ടം അല്ലെ. റിനൈസൻസ് ഏജ് ആണ് 1500 to 1700 AD കാലഘട്ടമാണ് റിനൈസൻസ് ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തില് the Renaissance period lasts from the 14th to 16th century. 14 മുതൽ 16 സെഞ്ചുറി വരെയാണ് ഈ ഒരു റിനൈസൻസ് കാലഘട്ടം നീണ്ടുനിന്നത്. Towards the end of the 15th century, 15ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും പല സിറ്റികളും many cities and towns supported some kind of institution here. അക്കാലഘട്ടങ്ങളിലൊക്കെ മിക്ക ടൗണുകളും സിറ്റികളും ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷെ റിനൈസൻസ് ഏജ് ആയി അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം ആയി കഴിഞ്ഞപ്പോഴേക്കും, അതുകൊണ്ടാണ് അതിനെ ഒരു നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടം ആയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ പല ടൗണുകളും സിറ്റികളും എന്തിനെ സപ്പോർട്ട് ചെയ്തു? ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹെൽത്ത് കെയറിന് വേണ്ടി, ആരോഗ്യ പരിചരണത്തിന് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിർമ്മിക്കാനായിട്ട് പല ടൗണുകളും സിറ്റികളും സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ വളരെയധികം പിന്തുണ
എന്ത് ചെയ്തു, വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി ഹോസ്പിറ്റലുകളുടെ നിർമ്മാണം ഉണ്ടായി. അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തെ റിനൈസൻസ് ഏജ് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. The Renaissance period lasted from the 14th to 16th century. 14 മുതൽ 16 സെഞ്ചുറി നൂറ്റാണ്ട് വരെയാണ് ആ ഒരു റിനൈസൻസ് ഏജിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതിൽ 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി പല സിറ്റികളും ടൗണുകളും ഇങ്ങനെ ഒരു സ്ഥാപനം, ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പരിശീലനത്തിന് വേണ്ടി ഒരു സ്ഥാപനം വേണം, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അതിന്റെ ഫലമായി ഒത്തിരി ഹോസ്പിറ്റലുകളും ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്തു, പല സിറ്റികളിലും ടൗണുകളിലും വരികയും ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തെ നവോത്ഥാന കാലഘട്ടം അല്ലെങ്കിൽ റിനൈസൻസ് ഏജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? റിനൈസൻസ് ഏജ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് മോഡേൺ പീരീഡ്. മോഡേൺ പീരീഡിൽ പറയുന്നത് 1750 to 1950 AD കാലഘട്ടമാണ് മോഡേൺ പീരീഡ്. മോഡേൺ പീരീഡില് the first incorporated hospital in America was the Pennsylvania Hospital in Philadelphia. The first incorporated hospital എന്ന് പറയുന്ന സംയോജിത ആശുപത്രി. അതായത് നമ്മുടെ ഇപ്പോഴുള്ള ഒരു ഹോസ്പിറ്റലുകളില് പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ, ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ കൂടിയല്ലേ ഒരു ഹോസ്പിറ്റൽ ആവുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഏതൊരു ഹോസ്പിറ്റൽ എടുത്താലും അവിടെ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അങ്ങനെ ഒന്നിലധികം നിരവധി ഡിപ്പാർട്ട്മെന്റുകൾ സംയോജിച്ചു കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ ആശുപത്രിയാണ്, അമേരിക്കയിലെ ആദ്യ ആശുപത്രിയാണ് പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. ഇപ്പോഴും ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക ഏതാണ്? ഓപ്ഷൻസ് ഉണ്ടാവും, പല ഓപ്ഷൻസ് ഉണ്ടാവും. അതിലൊരു ഓപ്ഷൻ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഫിലാഡൽഫിയ ആയിരിക്കും. അത് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ മാസീവ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ ബിഗൻ ഇൻ 1926 with the return of war heroes from the World War I. അപ്പോ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു വലിയ വൻതോതിലുള്ള ഒരു ഇടപെടൽ നമ്മുടെ ഈ ഒരു ഹെൽത്ത് കെയറിന്റെ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ആരോഗ്യ മേഖലയിൽ, പരിചരണ മേഖലയിൽ ആ ഒരു 1926 നടന്ന വേൾഡ് വാർ I, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ നിന്നും തിരിച്ചു വന്ന വാർ ഹീറോസ് അല്ലെങ്കിൽ അവിടെ നിന്ന് വന്ന വേൾഡ് വാറിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന വാർ ഹീറോസിന്റെ തിരിച്ചുവരവോട് കൂടിയാണ് ശരിക്കും ആ ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു വൻതോതിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായത്. അങ്ങനെ ഒരു വൻതോതിൽ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായപ്പോഴാണ് പുതിയ ഇങ്ങനെയുള്ള ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ സംയോജിത ആശുപത്രികൾ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ മോഡേൺ പീരീഡ് എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അത്രയും നാളൊരു സ്ഥാപനം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സ്ഥാപനത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ വേണം, അതിനനുസരിച്ചുള്ള സർവീസുകൾ കൊടുക്കണം എന്നൊക്കെ മനസ്സിലാക്കി ആ ഒരു ഡിപ്പാർട്ട്മെന്റുകളെ തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ട് അമേരിക്കയിൽ വന്നത് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് അല്ലെങ്കിൽ സംയോജിത ആശുപത്രിയാണ് ഏത്? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. ആ ഒരു വേൾഡ് വാർ I ശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്ന വാർ ഹീറോസ് അവരുടെ തിരിച്ചുവരവോടുകൂടിയാണ് ശരിക്കും 1926 ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ആരോഗ്യ പരിചരണത്തിൽ ഒരു വൻതോതിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് ഒരുപാട് സ്ഥാപനങ്ങൾ, രോഗികളായവർക്ക്, പരിക്കേറ്റവർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ളൊരു ചിന്താഗതി വരികയും അതിനനുസരിച്ച് പുതിയ ഹോസ്പിറ്റലുകൾ, മോഡേൺ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തത്. ക്ലിയർ ആണോ? മോഡേൺ പീരീഡ്. ഓക്കെ. ഇപ്പൊ ഓരോ കാലഘട്ടങ്ങളെയും കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറാ BC 500 AD എന്തൊക്കെ പറഞ്ഞു? നമ്മള് മെസപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ പറഞ്ഞു, ഗ്രീക്ക് ഹോസ്പിറ്റൽ പറഞ്ഞു, റോമൻ ഹോസ്പിറ്റൽ പറഞ്ഞു, അറബിക് ഹോസ്പിറ്റൽ പറഞ്ഞു, ഇന്ത്യൻ ഹോസ്പിറ്റൽ പറഞ്ഞു. രണ്ടാമത്തെ മിഡിൽ ഏജിൽ വന്നപ്പോ രണ്ട് റീസൺസ് ആണ് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ യൂറോപ്പിലെ ആ കാലത്തെ ഹോസ്പിറ്റലുകളുടെ എണ്ണം അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർദ്ധിക്കാനുണ്ടായ രണ്ട് റീസൺസ് പറഞ്ഞു. അതുപോലെ തന്നെ റിനൈസൻസ് ഏജിൽ എന്തുകൊണ്ടാണ് ഒരു നവോത്ഥാന കാലഘട്ടം എന്നറിയപ്പെടുന്നത്? മോഡേൺ പീരീഡിലെ പ്രത്യേകതകൾ എന്താണ്? ഇത്രയും പോയിന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ക്ലിയർ ആണോ? ഇവിടെ വരെയും ഓക്കെ ആണോ?
അടുത്തത് പറയുന്നത് ഹോസ്പിറ്റൽ എവല്യൂഷൻ ഇന്ത്യൻ സെനറിയോ പ്രീ ഇൻഡിപെൻഡൻസ്. അതായത് ഇവിടെ ഹോസ്പിറ്റലിന്റെ എവല്യൂഷൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ്. നമ്മൾ ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിന്റെ ഒരു പരിണാമം, അതിനെ കുറിച്ചുള്ള ഒരു ഹോസ്പിറ്റൽ പരിണാമം ഇന്ത്യയിൽ, അതായത് ഇൻഡിപെൻഡൻസിന് മുൻപ്, അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപ് നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പരിണാമം, അല്ലെങ്കിൽ ഇന്ത്യയിലെ അക്കാലത്തെ ഇൻഡിപെൻഡൻസിന് മുൻപ്, സ്വാതന്ത്ര്യത്തിന് മുൻപ് അക്കാലത്തെ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തത് പറയുന്നത് പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു ദ സിക്ക് വാസ് കൺസിഡർഡ് ആസ് പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ ഏർലിയർ റൂളേഴ്സ്. ഇന്ത്യയിലും ഇതുപോലെ തന്നെ ആദ്യകാല പരിചരണം, അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ രോഗബാധിതരായ ആളുകൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ അല്ലെങ്കിൽ ഒരു സ്ഥാപനവൽക്കര പരിചരണം നൽകണം എന്നത് ആദ്യകാല ഭരണാധികാരികൾ അത് കൺസിഡർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അത് പരിഗണിച്ചിരുന്നത് എങ്ങനെ തന്നെയായിരുന്നു, താൽക്കാലികമായിട്ടും സ്പിരിച്വൽ ആയിട്ടും ആത്മീയവുമായിട്ട് തന്നെയായിരുന്നു. ഇന്ത്യയിലും അക്കാലത്ത് ഈ പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ രോഗബാധിതരായവർക്ക് ചികിത്സ കൊടുക്കണമെങ്കിൽ അതെല്ലാം താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ആത്മീയപരമായിട്ട് തന്നെയായിരുന്നു അക്കാലത്തെ ഭരണാധികാരികളും പരിഗണിച്ചിരുന്നത്. രണ്ടാമത്തെ പറയുന്നത്, ഇനി നമ്മളൊരു 3 വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് അക്ഷയ, രണ്ടാമത്തെ വ്യക്തിയാണ് സുശ്രുത, മൂന്നാമത്തെ വ്യക്തിയാണ് ചരക. ഇവരെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അക്ഷയ, സുശ്രുത, ചരക, ഈ 3 വ്യക്തികളും കേട്ടിട്ടുണ്ട്. എവിടെയാ കേട്ടിരിക്കുന്നേ? എവിടെയാ കേട്ടത്? എവിടെയാ കേട്ടിരിക്കുന്നേ? ക്ലാസ്സിലാണോ കേട്ടിരിക്കുന്നത്? ആയുർവേദയുമായി ബന്ധപ്പെട്ട് പഠിച്ചു അല്ലെ? ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ കിട്ടും. അപ്പൊ ഇവിടെയും നമ്മൾ അത് തന്നെ, ഇവിടെയും നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവയൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് കേട്ടോ എല്ലാം പഠിക്കുന്നത്. ജസ്റ്റ് ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ജസ്റ്റ് ഓരോ വ്യക്തികളും എന്താണ്, അവരുടെ പ്രധാനമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇത് മാത്രമേ പഠിക്കുന്നുള്ളൂ കേട്ടോ. അക്കാലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ ആയതുകൊണ്ടാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ അക്ഷയ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ഹു ലിവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ആദ്യ ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചറാണ് അക്ഷയ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹവും ഇതുപോലെ ആയുർവേദത്തിന് വേണ്ടി നിരവധി കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ് അക്ഷയ എന്ന് പറയുന്നത്. അദ്ദേഹം അക്ഷയ മുനി അല്ലെങ്കിൽ അത്രയ മുനി എന്നൊക്കെ നിങ്ങൾ കേട്ടു കാണുമായിരിക്കും അല്ലെ? ആ അദ്ദേഹം എന്ന് പറയുന്നത് തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ജീവിച്ചിരുന്ന, അവിടെ പഠിപ്പിച്ചിരുന്ന ആദ്യ ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചറാണ് അക്ഷയ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിനോടൊപ്പം തന്നെ പഠിക്കുന്ന 2 വ്യക്തികളാണ് സുശ്രുത 6th സെഞ്ചുറി BC കാലഘട്ടത്തിലും ചരക 200 AD. ഈ 2 വ്യക്തികളും അല്ലെങ്കിൽ ഇവര് 3 പേരും കൂടി ചേർന്നാണ് ആയുർവേദം എന്ത് ചെയ്തത്, ആയുർവേദ ഗ്രന്ഥങ്ങൾ രചിച്ചത്. അപ്പൊ ഇവിടെ ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശരിക്കും ചരകയാണ് അല്ലെ? അതല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഫാദർ ഓഫ് ആയുർവേദ ചരക തന്നെയാണ്. പക്ഷേ ചരക എന്തുകൊണ്ടാണ് ആയുർവേദ എന്ന് പറയുന്നത് വെച്ചാൽ അതിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ, കൂടുതൽ സംഭാവന നൽകിയിരിക്കുന്നത് ആയുർവേദത്തിലേക്ക് അദ്ദേഹമാണ്, ചരകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇവർ 3 പേരും അതില് ഭാഗമായിട്ടുള്ള ആളുകളാണ്. രണ്ടാമത്തെ ഒരു വ്യക്തിയാണ് സുശ്രുത. സുശ്രുത എന്ന് പറഞ്ഞാൽ ദ ഫാദർ ഓഫ് സർജറി എന്നാണ് അറിയപ്പെടുന്നത്. ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സുശ്രുത. അപ്പൊ ഇങ്ങനെ ഫാദർ ഓഫ് മെഡിസിൻ ആരാണ്, ഫാദർ ഓഫ് സർജറി ആരാണ്, ഫാദർ ഓഫ് ആയുർവേദ ആരാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചോദിക്കാനുള്ള ഭാഗങ്ങളാണ് ഇങ്ങനെയുള്ളതൊക്കെ. അതൊക്കെ നമ്മൾ നോട്ടിഫിക്കുമ്പോൾ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തി തന്നെ കേട്ടോ. സുശ്രുത എന്ന് പറഞ്ഞാൽ ദ ഫാദർ ഓഫ് സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സുശ്രുത. ആൻഷ്യൻ ഇന്ത്യൻ സർജൻ നോട്ട് ഫോർ ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ ആൻഡ് ടെക്നിക്സ് and for his influential dissertation Sushruta Samhita, the main origin of knowledge about surgery in ancient India. But Sushruta എന്ന് പറയുന്നത് അദ്ദേഹം പുരാതന ഇന്ത്യൻ സർജൻ ആണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സർജറിയിൽ അല്ലെങ്കിൽ ശസ്ത്രക്രിയയിൽ അദ്ദേഹം അവരുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനുകളിലും ടെക്നിക്കുകളിലും അത്രയധികം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള മികവ് കാണിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയയുടെ
പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രബന്ധമാണ് സുശ്രുത സംഹിത. അപ്പൊ പേര് കൊണ്ട് തന്നെ കണക്ട് ചെയ്യാമല്ലോ അല്ലെ. സുശ്രുതയുടെ പ്രസിദ്ധമായിട്ടുള്ള പ്രബന്ധമാണ് സുശ്രുത സംഹിത അല്ലെ. പേര് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രബന്ധമാണ് സുശ്രുത സംഹിത. ഈ സുശ്രുത സംഹിത എന്ന് പറഞ്ഞാൽ ദ മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് സർജറി ഇൻ ആൻഷ്യന്റ് ഇന്ത്യ, പുരാതന ഇന്ത്യയിലെ ശസ്ത്രക്രിയകളെ കുറിച്ചുള്ള ഒരു അറിവ് നൽകുന്ന ഒരു പ്രധാന ഒറിജിൻ അല്ലെങ്കിൽ ഒരു ഉറവിടമാണ് ശരിക്കും സുശ്രുത സംഹിത എന്ന് പറയുന്നത്. അപ്പൊ സുശ്രുത എന്ന് പറയുന്ന വ്യക്തിയെ ആലോചിക്കുമ്പോൾ ഓർക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് അദ്ദേഹം ഫാദർ ഓഫ് സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രബന്ധമാണ് സുശ്രുത സംഹിത. മൂന്നാമത്തെ കാര്യം, ഈ സുശ്രുത സംഹിത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തിലാണ് പ്രസിദ്ധനായിട്ടുള്ള വ്യക്തി? അദ്ദേഹം ഏത് മേഖലയിൽ പ്രസിദ്ധനായ വ്യക്തിയാണ്? ഏത് മേഖലയിലാണ് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത്? ഏത് മേഖലയിലാണ്? സർജറി മേഖലയിൽ അല്ലെ. അപ്പൊ നമുക്ക് അറിയാലോ അദ്ദേഹത്തിന്റെ ബുക്കും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും, സർജറിയുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെ. ഇപ്പൊ പുരാതന ഇന്ത്യയിലെ ശസ്ത്രക്രിയകളെ കുറിച്ച് വ്യക്തമായ അറിവുകൾ നൽകുന്ന ഒരു ഒറിജിനാണ് ശരിക്കും സുശ്രുത സംഹിത എന്ന് പറയുന്ന പ്രബന്ധം. അപ്പൊ 3 കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഓർത്തിരുന്നുണ്ട്. ഇനി അടുത്ത വ്യക്തിയാണ് ചരക. ചരകയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നു. ശരിയാണ്. കാരണം അദ്ദേഹം വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ആയുർവേദ. ആയുർവേദത്തിന് വേണ്ടി എന്താണ് 3 പേരെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ് ചരക എന്ന് പറയുന്ന വ്യക്തി. ആയുർവേദ എന്താണ് എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. A system of medicine and lifestyle developed in ancient India. പുരാതന ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഒരു ചികിത്സാ സമ്പ്രദായവും ജീവിത രീതിയുമാണ് ആയുർവേദ എന്ന് പറയുന്നത്. And he is known as the editor of medical treatise named ചരക സംഹിത. അദ്ദേഹം എന്തിന് പ്രശസ്തമായിട്ടുള്ള വ്യക്തിയാണ്? അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ചരക സംഹിത. അപ്പോ അദ്ദേഹത്തിന്റെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥം ചരക സംഹിതയുടെ പിതാവ് അല്ലെങ്കിൽ അതിന്റെ എഡിറ്റർ എന്ന നിലയിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. ആ ഒരു പേര് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? ചരകൻ രചിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശസ്തമായ ഗ്രന്ഥമാണ് ചരക സംഹിത അല്ലെ. ആ പേര് വെച്ച് കണക്ട് ചെയ്യാലോ, ചരക സംഹിത. ഇനി എന്താണ് ഈ ഒരു ചരക സംഹിത? വൺ ഓഫ് ദ ബേസിക് ടെക്സ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദ. പുരാതന ഇന്ത്യൻ മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തെ കുറിച്ചും ആയുർവേദത്തെ കുറിച്ചും പരാമർശിക്കുന്ന ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ് ചരക സംഹിത എന്ന് പറയുന്നത്. അപ്പൊ ചരക എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കുറച്ച് പോയിന്റുകളാണ്. ഒന്നാമത്തത്, അദ്ദേഹം ഫാദർ ഓഫ് ആയുർവേദ എന്ന് അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നത്? അദ്ദേഹം അത്രയധികം സംഭാവനകൾ ആയുർവേദത്തിലേക്ക് കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹം ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നത്. ഇനി എന്താണ് ആയുർവേദ എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ആയുർവേദ എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ ഇന്ത്യ അല്ലെങ്കിൽ പുരാതന ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഒരു ചികിത്സാ സമ്പ്രദായവും ജീവിത ശൈലിയുമാണ് ആയുർവേദ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഒരു ഗ്രന്ഥമാണ് ചരക സംഹിത. ഈ ചരക സംഹിത എന്തിനെ കുറിച്ചുള്ള ഗ്രന്ഥമാണ്? ഇന്ത്യൻ ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ, പുരാതനമായിട്ടുള്ള മുൻപ് തുടങ്ങിയുള്ള ഇന്ത്യൻ മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തെ കുറിച്ചും ആയുർവേദത്തെ കുറിച്ചും പ്രത്യേകമായിട്ട് പരാമർശിക്കുന്ന ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ് ചരക സംഹിത എന്ന് പറയുന്നത്. ഇത്രയും നമുക്ക് ഒന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകട്ടെ. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? നമ്മളൊരു ഹോസ്പിറ്റലിന്റെ എവല്യൂഷൻ, ഒരു പ്രീ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഇന്ത്യയിലെ സാഹചര്യങ്ങൾ അല്ലെ, ഹോസ്പിറ്റലിന്റെ പരിണാമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് ഹോസ്പിറ്റലുകളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ അല്ലെ. ആ ഒരു ആദ്യ കാലഘട്ടത്തില് ഇന്ത്യയില് ഇങ്ങനെ ഒരു സ്ഥാപനം വേണം, അതായത് ഒരു രോഗി പരിചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രോഗബാധിതരായ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ അല്ലെങ്കിൽ സ്ഥാപനവൽക്കരിച്ച ഒരു പരിചരണം നൽകണം എന്നത് ആദ്യകാല ഭരണാധികാരികൾ കൺസിഡർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ പരിഗണിച്ചിരുന്നത്
പറയുന്നത് താൽക്കാലികമായിട്ടും ആത്മീയവുമായിട്ടായിരുന്നു. രണ്ടാമത്തെ പറഞ്ഞത് 3 വ്യക്തികളെ കുറിച്ചായിരുന്നു നമ്മൾ അല്ലെ. ഒന്നാമത്തെ വ്യക്തിയാണ് അത്രേയ. അത്രേയ വ്യക്തി അത്രേയ മുനി എന്ന് പറയുന്നത് അദ്ദേഹം തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ജീവിച്ചിരുന്ന അവിടെ പഠിപ്പിച്ചിരുന്ന ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യനാണ്, ടീച്ചറാണ് അത്രേയ എന്ന് പറയുന്ന വ്യക്തി. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള മറ്റൊരു വ്യക്തിയാണ് സുശ്രുത. സുശ്രുത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അദ്ദേഹം സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പുരാതനമായിട്ടുള്ള അദ്ദേഹം ആ ഒരു സർജറി മേഖലയിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ മേഖലയിൽ അത്രയധികം മികവ് കാണിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ സർജറി അല്ലെങ്കിൽ ഫാദർ ഓഫ് സർജറി എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രബന്ധമാണ് സുശ്രുത സംഹിത. ഈ സുശ്രുത സംഹിതയിൽ പുരാതന ഇന്ത്യയിലെ ശസ്ത്രക്രിയകളെ കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകളാണ് ആ സുശ്രുത സംഹിത എന്ന് പറയുന്ന പ്രബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മൂന്നാമത്തെ വ്യക്തിയാണ് ചരക. ചരക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ആയുർവേദത്തിലേക്ക് നിരവധി സംഭാവനകൾ ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഒരു ഗ്രന്ഥമാണ് ചരക സംഹിത. അതോടൊപ്പം തന്നെ ഈ ചരക സംഹിത എന്തിനു വേണ്ടിയിട്ടുള്ളതാ, എന്താണ് ആ ഒരു ബേസിക് ടെക്സ്റ്റ് ആണ്, എന്തിനെയാണ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിന്റെയും അതുപോലെ ആയുർവേദത്തെയും പ്രത്യേകമായിട്ട് പരാമർശിക്കുന്ന ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ് ചരക സംഹിത എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് ആയുർവേദ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഷ്യൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ പുരാതന ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഒരു ചികിത്സാ സമ്പ്രദായവും ജീവിത രീതിയുമാണ് ആയുർവേദ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇവിടെ വരെയും ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഇന്ത്യൻ ഹോസ്പിറ്റലിനെ പറ്റി പഠിച്ചു അല്ലെ. അവിടെ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. Can we trace back to Buddha and Ashoka 273 to 232 AD? നമുക്ക് ആ ഒരു ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. നോക്കിയേ, ഡ്യൂറിംഗ് അശോകാസ് reign, അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹൈജീൻ were followed and C-sections were performed. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതല്ലേ അല്ലെ ആണല്ലോ അല്ലെ. എന്താണ് ആ ഒരു അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തില് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഹൈജീൻ, ശുചിത്വ തത്വങ്ങൾ പാലിക്കുന്നു, സിസേറിയൻ ഓപ്പറേഷൻസ് നടപ്പിലാക്കുന്നു എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. രണ്ടാമത്തത് റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫന്റ് ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെർ ബിൽഡ് ബൈ ബുദ്ധ. ബുദ്ധൻ എന്ത് ചെയ്തു? അവിടെ ഇൻഫോമായിട്ടുള്ള ദുർബലരായിട്ടുള്ളവർക്ക്, അഗതികൾക്ക് റീജിയണൽ ഹോസ്പിറ്റലിൽ പ്രാദേശിക ആശുപത്രികൾ നിർമ്മിക്കുകയുണ്ടാകും. ലാസ്റ്റ് വണ്ണാണ് അക്ബർ പീരീഡ്. അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ യുനാനി മെഡിസിൻ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. എന്താണ് യുനാനി, ആയുർവേദ, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചില്ലായിരുന്നോ? ആ ഒരു ചാപ്റ്ററിൽ എല്ലാം ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ചാപ്റ്ററില് രമ്യ മാമിന്റെ ക്ലാസ്സിൽ ഉള്ള എല്ലാ ടൈപ്പ് ആയുർവേദി ആണെങ്കിലും വിജ്ഞാനി ആണെങ്കിലും എല്ലാം നമ്മൾ ഓൾറെഡി പറയുന്നത് കൊണ്ടാണ് ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയാത്തത് കേട്ടോ. ഓൾറെഡി നിങ്ങൾ പഠിച്ചോ. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ആരുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് യുനാനി മെഡിസിൻ കടന്നു വന്നത്? ആരുടെ കാലഘട്ടത്തിലാണ്? അപ്പൊ ഓപ്ഷൻ ഉണ്ടാവും, അക്ബർ പീരീഡ് ഉണ്ടാവും, അതുപോലെ തന്നെ അശോക പീരീഡ് ഉണ്ടാവും, ബുദ്ധന്റെ കാലഘട്ടമാണെന്നുണ്ടാവും. ആരുടെ കാലഘട്ടത്തിലാണ്? അക്ബർസ് പീരീഡ്, അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് യുനാനി മെഡിസിൻ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. അതുപോലെ തന്നെ ബുദ്ധൻ ഏത് ആശുപത്രിയാണ് ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി നിർമ്മിച്ചത്? റീജിയണൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രാദേശിക ആശുപത്രികൾ നിർമ്മിച്ചു. അതോടൊപ്പം അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ അവരുടെ ഹോസ്പിറ്റലുകളിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ അല്ലെങ്കിൽ ഹൈജീൻ, ശുചിത്വ തത്വങ്ങൾ പാലിക്കാൻ തുടങ്ങി. സിസേറിയൻ സെക്ഷൻ അല്ലെങ്കിൽ സി സെക്ഷൻ ഓപ്പറേഷൻസും നടപ്പിലാക്കാൻ ആരംഭിച്ചു. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ്സിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. സ്പീഡ് കൂടുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണ്. ഓക്കെ. നോട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോ മെസപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലോ പറയാലോ.
മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റല് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു 3 പോയിന്റ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് മെസ്സപ്പൊട്ടേമിയ എന്ന് പറയുന്ന ഒരു പുരാതന പ്രദേശം. അത് സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു പുരാതന പ്രദേശമാണ് മെസ്സപ്പൊട്ടേമിയ. ആ ഒരു മെസ്സപ്പൊട്ടേമിയ ക്ലാസ്സുകളുടെ PDF-ന്റെ കാര്യം തരാൻ സാധ്യതയില്ല എന്നാണ് അറിഞ്ഞത്. നിങ്ങൾ ഓരോരുത്തർ എന്തായാലും നിർബന്ധമായിട്ടും ടെക്സ്റ്റ് വാങ്ങുക എന്നതാണ് ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. മോക്ക് ടെസ്റ്റുകൾ നെക്സ്റ്റ് ഡേ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ഓരോ ചാപ്റ്റേഴ്സിനെ നെക്സ്റ്റ് ഡേ ആയിരിക്കും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ലഭ്യമാവുക കേട്ടോ. ക്ലാസ്സുകൾ നോട്ട്സ് റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടുന്നത് പോലെ തന്നെ നെക്സ്റ്റ് ഡേ ആയിരിക്കും മോക്ക് ടെസ്റ്റുകളും കിട്ടുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും മാക്സിമം നിങ്ങൾ ടെക്സ്റ്റ് വാങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം വാങ്ങുക. ടെക്സ്റ്റ് നിങ്ങൾ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓഫീസുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ PROസുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അത് ലഭ്യമാകും കേട്ടോ. അപ്പൊ ഓൾറെഡി ഓർഡർ കൊടുത്തിരിക്കുന്നവരാണെങ്കിൽ വരാൻ സമയമായിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിയാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ട് അത് വാങ്ങണമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പൊ നോക്കി മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലില് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് 4000 വർഷങ്ങൾക്ക് മുൻപ് പുരാതന, അതായത് സൗത്ത് വെസ്റ്റ് ഏഷ്യ തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ പുരാതന പ്രദേശമായിട്ടുള്ള മെസ്സപ്പൊട്ടേമിയയിലാണ് 4000 വർഷങ്ങൾക്ക് മുൻപ് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അക്കാലത്തെ ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു നിയമമാണ് ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ആൻഷ്യൻ ബാബിലോൺ അല്ലെങ്കിൽ പുരാതന ബാബിലോണിലെ സുമർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുമാണ് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ കുറിപ്പടികൾ കിട്ടുന്നത്. ക്ലിയർ ആണോ? മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ. ഓക്കെ, രണ്ടാമത് ആരാണ്? ബുദ്ധയുടെ ചോദിച്ചത് റീജിയണൽ ഹോസ്പിറ്റൽ അല്ലെ. റീജിയണൽ ഹോസ്പിറ്റൽ എന്തിനു വേണ്ടി? ദുർബലരായവർക്കും അഗതികൾക്കും വേണ്ടി പ്രാദേശിക ആശുപത്രികൾ നിർമ്മിച്ച വ്യക്തിയാണ് ബുദ്ധ. ഓക്കെ, 2 ഡൗട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am.